ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും നനച്ചുളിപ്പണിയൊക്കെ തുടങ്ങിയോ? പിന്നെ ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മക്കളെ റൂം ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുന്നത്. അത് മാത്രമേ തീർന്നിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ സുഖമില്ലാതായി, അപ്പോൾ പിന്നെ ഒക്കെ വൈകി. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പം പണികളൊക്കെ തുടങ്ങണം. ഒരുപാടൊന്നും ക്ലീൻ ആക്കാനില്ല, പിന്നെ നല്ലോണം പൊടി പാറുമല്ലോ ഇപ്പോൾ ഈ ഒരു സമയത്ത്. അതുകൊണ്ട് പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ്ട് ജസ്റ്റ് മാറാലൊക്കെ ഒന്ന് തട്ടാനുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കൂടുതലും പണിയുള്ളത് കിച്ചണിലാണ്. അവിടെ പിന്നെ ഒരു ദിവസം മുഴുവനായിട്ട് ക്ലീൻ ആക്കാനുണ്ടാവും കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനും അതുപോലെ തന്നെ ഷെൽഫുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒക്കെ ഒന്ന് തുടങ്ങണം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ തലേ ദിവസം ഉഴുന്നും അരിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള മാവ് കുറച്ച് വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിനേക്കുള്ള പച്ചക്കറി തലേ ദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പച്ചക്കറിയും പരിപ്പും കൂടെ അപ്പുറത്ത് കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഡ്ഡലി തട്ടൊക്കെ വെച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കണോന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇഡ്ഡലി തട്ടിലൊക്കെ ഞാൻ മുഴുവനായിട്ട് മാവ് ഒഴിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കണേ. ചില ദിവസം തലേന്ന് രാത്രി തന്നെ ഒക്കെ അയൺ ചെയ്ത് വെക്കും കേട്ടോ. ചില ദിവസം പിന്നെ അതിന് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അസൗകര്യമായിട്ട് ഇതുപോലെ വേറെ പണികൾക്കിടയിൽ ഇതും ചെയ്തെടുക്കും. അങ്ങനെ ആദ്യം അച്ചുവാണല്ലോ പോവുക. അപ്പോൾ അവളുടെ യൂണിഫോം വേഗം അയൺ ചെയ്തെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് എടുക്കണേ. നമുക്ക് ആദ്യം ഇത് ഇഡ്ഡലി തട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം വേണം അതിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും നോമ്പിനേക്കുള്ള അരി പൊടി മുളകൊക്കെ പൊടിച്ചെടുത്തോ? എൻ്റേത് അതൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഇടയിൽ അസുഖം വലിയൊരു പ്രശ്നമാണ്. ബാക്ക് പെയിന് കൂടിയിട്ടാണ് കേട്ടോ. അതാണ് അസുഖം. നമുക്ക് ബാക്ക് പെയിനൊക്കെ ഉണ്ടായാലും നമുക്കൊരു കാര്യങ്ങളും നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ എല്ലാത്തിനും അനീഫ്ക വേണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണം, എന്നാലും എന്തിനെങ്കിലുമൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അപ്പോഴേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇഡ്ഡലി. ഇവിടെ അച്ചുവിന് നിധുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ ഷിനുവിനൊക്കെ. ഫിദുവിനാണ് വലിയൊരു താല്പര്യമില്ലാത്ത ഇഡ്ഡലി കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ ആദ്യത്തെ ബാച്ച് എടുത്തതിന് ശേഷം ഞാൻ ഇനിയിപ്പം സാമ്പാറിൻ്റെ ഒക്കെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് വറവിട്ട് വയ്ക്കണം. ഇത് ഞാൻ വറുത്തരച്ചിട്ടല്ല കേട്ടോ വയ്ക്കുന്നത്. പരിപ്പും പച്ചക്കറിയും കൂടെ ഒരുമിച്ച് വേവിച്ചെടുക്കും. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കും, വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ വളരെ കുറച്ച് നല്ല ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. അതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ച പച്ചക്കറി ഒഴിച്ച് കൊടുക്കാണ്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കും. ഒന്ന് ഫ്ലെയിം മീഡിയത്തിലേക്ക് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് സമയം തിളപ്പിച്ചെടുക്കും. പിന്നെ വെള്ളമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു സമയത്ത്. അങ്ങനെ നമ്മുടെ സാമ്പാർ കട റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അച്ചുവിനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കുകയാണ്. അവൾക്കിന്ന് സ്നാക്സിന് സാലഡ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പൈനാപ്പിളും വാട്ടർമെലണും അതുപോലെ തന്നെ കക്കരിയും കൂടെ ഒക്കെ അരിഞ്ഞെടുത്തിട്ട് വളരെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി വളരെ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. അങ്ങനെ അത് ഓളെ സ്നാക്സ് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ചിന് കൊണ്ടുവന്നത് ഇഡ്ഡലിയും സാമ്പാറും തന്നെയാണ്. അത് പിന്നെ അധികം അച്ചു ആയാലും ഷീനു ആയാലും ഒന്നും ചോറ് കൊണ്ടുപോകാറില്ല കേട്ടോ. എന്താണോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് അവർ കൊണ്ടുപോവുക. അപ്പോൾ അച്ചുവിന് ഒരു 4 ഇഡ്ഡലി വെച്ച് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ 4, 5 വെച്ചാൽ കഴിക്കും കേട്ടോ. പക്ഷേ ചിലപ്പോൾ ഒരു മടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കൂടുതൽ വെക്കണ്ടെന്നൊക്കെ പറയും. ഞാൻ ഇന്ന് 5 വെച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേണ്ട 4 മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ 4 വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ഞാൻ കിറ്റിൽ വെച്ച് കൊടുത്തു. അവളതൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ്. വണ്ടി വരാൻ ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഉണ്ട്. അധികം ഒരുങ്ങെങ്ങനെയാണ് കേട്ടോ. വണ്ടി വരാൻ ഒരു 5 മിനിറ്റൊക്കെ പിന്നെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും അവൾ റെഡി ആവുള്ളൂ. ഇപ്പോൾ റിവിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എക്സാമിനുള്ള. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു തരാണ് എനിക്ക് പോകുന്നതിന് മുമ്പായിട്ട്. പിന്നെ അച്ഛൻ്റെ വണ്ടി വന്നിട്ട് അവൾ പോയി. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ മുളകൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ മുളകൊന്നും ഇതുവരെ പൊടിപ്പിച്ചിട്ടില്ല എന്ന്. കൊണ്ടുവന്ന് വെച്ചിട്ട് 2-3 ദിവസമായിട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ടല്ലോ ഇപ്പോൾ. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും, പ്രയാസമൊന്നുമില്ല.
പിന്നെ നിങ്ങൾക്ക് ഞാൻ സൗണ്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. കാരണം എനിക്ക് നന്നായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ട്. അപ്പം തുടങ്ങിയിട്ട് 2 ദിവസമായി. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസും കൂടെ ഉണ്ട് കേട്ടോ, സൗണ്ടിനുണ്ടാവുക. ഞാൻ മുളക് പൊടിപ്പിക്കൽ ഇവിടെ ആർക്കും എരിവ് പറ്റില്ല. അതുകൊണ്ട് തന്നെ 2 കിലോ കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കിലോ സാധാ മുളകും അങ്ങനെ കേട്ടോ ഞാൻ പൊടിപ്പിക്കുന്നത്. കാരണം ആർക്കും അധികം എരിവ് വേണ്ട. അങ്ങനെ മുളക് ഇട്ടിട്ട് വലിയൊരു ചെമ്പട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണേ. മുളക് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതൊരു കാര്യം മാത്രമാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക. ഒരുപാട് സമയം വെള്ളത്തിലിടരുത്. ഇനിയിപ്പോൾ മല്ലി ഞാൻ ഇന്ന് കഴുകണില്ല, കാരണം മുളക് മാത്രമാണ് ഇന്ന് കഴുകുന്നുള്ളൂ. മുളക് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മല്ലി പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ. പിന്നെ നമ്മളൊന്ന് വറക്കും കൂടെ ചെയ്യില്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ മുളക് ഒന്ന് ഉണങ്ങിയിട്ട് രണ്ടും കൂടെ ഒരുമിച്ചാണ് പിടിപ്പിക്കാൻ കൊണ്ടുപോവുക. മല്ലിയും മുളകും മഞ്ഞളൊക്കെ ഒരുമിച്ചാണ് പിടിപ്പിക്കാൻ കൊണ്ടുപോവുക. അപ്പോൾ പിന്നെ ഒരുമിച്ചായാൽ മതിയല്ലോ. മുളക് ആദ്യം ഒന്ന് കഴുകി ഉണക്കാനിട്ടാൽ മുളകാണ് ഉണങ്ങാൻ പ്രയാസം ഉണ്ടാവുക. മഞ്ഞളും അതുപോലെ തന്നെ ഞാൻ നാടൻ മഞ്ഞളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ മുളകൊക്കെ ഒന്ന് കഴുകിയെടുത്തപ്പോഴേക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് മുറ്റത്താണ് ഇട്ടിട്ടുള്ളത്, കാരണം ടെറസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യ. ഈ ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഒന്നെങ്കിൽ നിതു വേണം അല്ലെങ്കിൽ അനീഫ്ക വേണം മേളിൽ കൊണ്ടുപോയി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാളും ഇന്ന് ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മുറ്റത്ത് നല്ല വെയിലുണ്ട് അത്യാവശ്യം, ഇന്ന് ഇവിടെ ഇടാം. ഇനിയിപ്പോൾ നാളെ അവരെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ഇട്ടുന്നോളൂ. അപ്പോൾ ഞാൻ നല്ല അടിയിൽ ആദ്യം ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം ആദ്യം ഈ കോട്ടൻ്റെ ബെഡ്ഷീറ്റൊക്കെ ആകുമ്പോൾ വെള്ളമൊന്ന് അതും കുടിക്കും. അപ്പോൾ അതിലാണ് നല്ലത്. പ്ലാസ്റ്റിക്കിൽ ആദ്യം തന്നെ ഇടുമ്പോൾ നമുക്ക് ഉണങ്ങി കിട്ടാൻ പ്രയാസമാണ്. ഇനിയിപ്പോൾ നാളെ മുതൽ പ്ലാസ്റ്റിക് കവറിലിട്ടാലും മതി. പിന്നൊന്ന് തുണിയിലിടാവും ഒന്നും കൂടെ നന്നാവുക. ഞാനങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് വെള്ളം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ, ജസ്റ്റ് ഒന്ന് വാർന്നിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കോട്ടൺ തുണിയിലിടുമ്പം ആദ്യം തുണി കുറച്ചൊന്ന് കുടിച്ചെടുക്കും. എന്നിട്ട് ഇനിയിപ്പോൾ നാളെ മുതൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലിട്ടാൽ മതി. അങ്ങനെ ഞാൻ മുളകൊക്കെ ഒന്ന് ചിക്കിയതിന് ശേഷം പിന്നെ പെട്ടെന്ന് ക്ലീൻ പരിപാടി തീർത്തിട്ട് കുളി കഴിച്ചിട്ടോ. കാരണം ഇന്നിപ്പോൾ ചോറും ഞാൻ രാവിലെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാറും നേരത്തെ ആയതല്ലായിരുന്നോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാർ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ എനിക്ക് ചോറും മീൻ ഫ്രൈ ചെയ്യാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർന്നു. പിന്നെ കുളി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ ഇന്ന് ലഞ്ച് കഴിക്കുന്നത് വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.